ഇന്ന് ഞങ്ങൾ കായ വറുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കായ്ക്ക് ഇന്നലെ ചേട്ടൻ വണ്ടി ഓടിക്കാൻ പോയി വരുമ്പോൾ കായ്ക്ക് 40 രൂപയായിട്ട് കായ കുറച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മേടിച്ചു വന്നപ്പോൾ ചേട്ടൻ എന്നെ ഒരു പണി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കായ തൊലി കളഞ്ഞിട്ട് വറുക്കാനുള്ള പരിശ്രമത്തിലാട്ടോ. അപ്പോൾ ചേട്ടൻ പറയണേ ഇത് മേടിച്ചു കൊടുന്നത് ആപത്തായിരുന്നു, ചേട്ടൻ എന്നെ പണി കിട്ടിയില്ലോന്ന്. പണി ഇല്ലാണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് ചേട്ടനൊരു പണി കിട്ടിയില്ലോന്ന് ചേട്ടൻ ചിന്തിക്കുന്നില്ല കേട്ടാ. ചേട്ടൻ എങ്ങനെയാട്ടാ, ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടേ ചേട്ടൻ കൂടെ കൂടിക്കുക. ഇതാട്ടോ കായ വറക്കാം. നമുക്ക് കായ വറക്കണം നോക്കിയോളൂ കേട്ടാ. ഞാൻ ഇങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും ഇതാട്ടോ ഞാൻ മെല്ലെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം മെല്ലെ മെല്ലെ. ഇങ്ങനെയാണ് ഞാൻ വറക്കാറ് കേട്ടോ. നല്ല കായ ഇപ്പോൾ ഓണാകുമ്പോഴേക്കും ഇനി വില കൂടില്ലേ. അപ്പോൾ കുറച്ച് ചേട്ടൻ ഇന്നലെ കൊടുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുത്താലേ കുറച്ചിപ്പോൾ വറക്കാം. പിന്നെ സമയമുള്ളപ്പോൾ കുറേശ്ശെ ഇങ്ങനെ മേടിച്ചിട്ട് അടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും പാചകം ചെയ്യാറ്. കായ ആയിട്ടുണ്ട് കേട്ടോ. കായ വറുത്തത് നല്ല യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവ് സമയം ആനന്ദകരമാക്കിയതല്ല, നമ്മൾ ഓണത്തിന് അല്ല കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഓണത്തിന് വറക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇവിടെ ഒക്കെ 50 രൂപ ഇന്നലെ വണ്ടിയിൽ കായ വന്നപ്പോൾ കടയിൽ നിന്ന് കായ വാങ്ങിച്ചത് 65 രൂപയാണ് കിലോ കായവറവ്. അപ്പം നമുക്കിത് വീട്ടിലിതാ 1 കിലോ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ അല്ല കേട്ടോ, അത് ഓയിലാണ് ഇതാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം നല്ല വിലയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓയിലാക്കിയിരിക്കുന്നത്.